ഹലോ. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഉറങ്ങി എണീച്ചാണ് കേട്ടോ. എനിക്ക് രാവിലെ മുതൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും മറന്നുപോകും. ഞാൻ എടുക്കാത്തതുകൊണ്ടല്ല, എനിക്ക് മറക്കുന്നതാണ്. എനിക്ക് ഈ ഡെയിലി വ്ളോഗ് ആകുമ്പോൾ ചില മൊമെന്റ്സ് എടുക്കാൻ വിട്ടുപോകും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പെരിയെ പോകണം. അപ്പോൾ ഞാൻ അനിയനോട് കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ലീവ്സിന് തീരെ താല്പര്യമില്ല ഇടുന്ന് വരാൻ വേണ്ടി. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് പോയിട്ട് വേറെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കെട്ടുമുട്ടെല്ലാം എടുത്ത് നേരെ പെരിയിലേക്ക് വിട്ടു ഗൈസ്. ഹലോ. അപ്പം ഞാനിപ്പോൾ പെരിയിലാണ് കേട്ടുള്ളത്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിൻ്റെ ഇടയിലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ലേ, ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസിൻ്റെ. അപ്പം അത് എന്താണ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ ഡയറക്റ്റ് എന്നോട് കുറേ പേര് പറഞ്ഞോട്ടെ. അപ്പോൾ അതിൻ്റെ കുറേ നാളത്തെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഉള്ളിലുണ്ടായിന് അങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ആരതി എന്നോട് ഈ ഒരു സംഭവം പറയുന്നത്, എന്നാ ഇങ്ങനെ ചെയ്യാൻ വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഭയങ്കര എഫേർട്ടാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ റെഡി ആവണം, അതിനൊരു പ്രത്യേക സമയം കണ്ടെത്തണം. പിന്നെ മോളും കൂടി ഉള്ളതുകൊണ്ട് എന്തായാലും എൻ്റെ സാഹചര്യം ഒരു ഒത്തു വന്നിട്ടല്ല നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ വേണോ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ എൻ്റെ ഉള്ളിലുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ. പിന്നെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ തലേദിവസം ഞാനത് കറക്റ്റ് കൊറിയോഗ്രാഫി ചെയ്ത്. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ചെയ്യുന്നതിലിങ്ങനെ മനസ്സിൽ കണ്ടുപോയി. അപ്പം അങ്ങനെ പിന്നെ ചെയ്തതാണ്. അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വീഡിയോ ചെയ്തിട്ട് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ടായിന്. അതല്ലാതെ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്കൊന്ന് ഇപ്പോൾ ചെയ്തിട്ടേ വീഡിയോ എടുത്തിട്ടേ അത് എൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു സാധനം പണ്ടേ ഇല്ല, ആഗ്രഹം ഇല്ലോണ്ട് പറയില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു നല്ല രസമായിന്, വീഡിയോ എടുത്തത് നല്ല രസമായിന്, പിന്നെ ചെയ്തതും മീൻസ് മേക്കപ്പും എല്ലാം നല്ല രസമായിന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഡയറക്റ്റ് തന്നെ പറഞ്ഞിന് കേട്ടോ. കമൻറ്റ് മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടെല്ലാം പറഞ്ഞിന്. എനിക്ക് സത്യം ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ വലിയ റീച്ച് കിട്ടിയിട്ടൊന്നുമില്ല സാധനത്തിന്. വിചാരിച്ചത്ര മീൻസ് നമ്മളെ എഫേർട്ടിൻ്റെ അത്ര ഒരു ആൾക്കാർ കണ്ടിട്ടില്ല അത്. അപ്പോൾ അത് എന്താണ് ലൈക്ക് വ്യൂസ് എന്നതിനപ്പുറം നമ്മൾ എത്രയും എഫേർട്ട് എടുത്തിട്ടൊരു സാധനം ചെയ്യുമ്പോൾ നമ്മളോട് ഡയറക്റ്റ് ആൾക്കാർ വന്ന് ഇങ്ങനെ അഭിപ്രായം പറയില്ലേ, അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് വേറെ തന്നെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ താങ്ക്സ് സ്വരനോട് പറയുകയാണ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. അതിന് മുമ്പ് ആരതിയോട് വേണം പറയാം, ആരതിയുടെ കസിനാണ്. അപ്പം അങ്ങനെ കുക്കു പിന്നെ എല്ലാവരും കുറേ ആൾക്കാർ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ മെനക്കെട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ മെനക്കെട്ടതിൻ്റെ റിസൾട്ട് വീഡിയോയിലുണ്ടായിന്. പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, അതിനെല്ലാം സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ട് ഞാൻ എടുക്കുന്ന എഫേർട്ട്. ഇപ്പം ഞാൻ ചില വീഡിയോസിന് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടും പക്ഷെ അതിന് ഒരു വ്യൂസും വരലില്ല, ആരും കാണൽ പോലും ഇല്ല. നമ്മൾ ഇപ്പോൾ എഫേർട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു സമയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, നമ്മളെ ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനെപ്പോഴെങ്കിലും ഒരു നല്ലൊരു റിസൾട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അത് നമ്മൾ തളരരുത്, മുമ്പോട്ടിന് പോകണം ശരിക്കും. അപ്പോൾ ഞാൻ ഇനിയും അവസരങ്ങൾ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും. ഇങ്ങനത്തെ വീഡിയോസ് എങ്കിലും ചെയ്യണമെന്നുണ്ട്. പക്ഷേ സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് ഇനിയും അങ്ങനത്തെ വീഡിയോസ് കുറേ ചെയ്യാം. വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടുപോകണം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം സ്വരൻ നല്ല കഴിവില്ല ക്യാമറാമാനാണ്. കാരണം നല്ല ക്ഷമയും കുറേ ഐഡിയാസ് മീൻസ് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം ഇങ്ങനത്തെ ഒരു ഫീൽഡ് നമ്മളെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റ പേജ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ വീഡിയോയിലും കുറച്ച് ക്വാളിറ്റിയുള്ള വീഡിയോസാണ്. എന്തോ ഒരു സാധനം ഓനുണ്ട്. അപ്പോൾ ഓനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഓന് നല്ല നല്ല അവസരങ്ങൾ ഇനി കിട്ടട്ടെ. അപ്പോൾ എന്നാൽ 1-2 പേരെങ്കിലും പിന്നെ ഓന് ഒരവസരമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമാവും. മെസ്സേജ് അയച്ച് കമൻറ്റ് അറിയിച്ച് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ വൈകുന്നേരം കുളിയെല്ലാം കഴിഞ്ഞ് എൻ്റെ തല കാണുന്നില്ല, ഫുൾ എണ്ണയെല്ലാം തേച്ച് ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു, നമ്മിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ടാറ്റ.
അപ്പൊ ഇങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അൻഷു വന്നു. നമ്മ വന്നു പറഞ്ഞപാട് ഓൻ വരും. ചില സമയത്ത് രണ്ട് കീരി മാമൻ പോലെയാണ്. ഓളെ സാധനം ഇവന് കൊടുക്കൂല, ഇവനെ സാധനം ഓന് കൊടുക്കൂല, കൂറ്റും ബഹളായിട്ട് നമുക്ക് ചെവി തരൂല. പക്ഷെ രണ്ടാൾക്കും ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്ങനെ പിന്നെ വൈകുന്നേരം അമ്മ വിളക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ ലീസും കൂടിയിട്ട് വിളക്ക് വെക്കുന്നുണ്ട്. ഓളിങ്ങനെ ചന്ദനത്തിരിയിലെടുത്ത് കത്തിക്കുന്നുണ്ട്. അങ്ങനെ വിളക്ക് വെച്ചിട്ട് പിന്നെ പിന്നെ വൈകുന്നേരം അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ജ്യൂസ് കുടിച്ചു, പപ്പായ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലീസ് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ബോറടിക്കുന്നത്, അപ്പൊ ഓളപ്പരം കളിക്കാൻ പറഞ്ഞിട്ടാകുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ഓളപ്പരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ചോറെല്ലാം വെച്ചു കിടന്നുറങ്ങി. എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം ഉണ്ടായിന് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.